കാലത്തിന്റെ ചക്രങ്ങൾ അതിവേഗം കറങ്ങുകയാണ്. 2026 എന്ന വർഷം അതിന്റെ രണ്ടാമത്തെ മാസത്തിലേക്ക് പാദമൂന്നുമ്പോൾ പ്രപഞ്ചം നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രവാഹങ്ങൾ ഓരോ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നിശബ്ദമായ വിപ്ലവങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ ഏറ്റവും സവിശേഷമായ ഒരു സ്ഥാനമാണ് മൂലം നക്ഷത്രക്കാർക്കുള്ളത്. നക്ഷത്രമണ്ഡലത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാത്തിന്റെയും അടിസ്ഥാനമല്ലെങ്കിൽ വേരാണ്. വേരുകൾ ആഴത്തിൽ ഇറങ്ങിയാൽ മാത്രമേ മരം പടർന്നു പന്തലിക്കൂ എന്നതുപോലെ മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു പുതിയ പടർന്നു പന്തലിക്കലിന് തുടക്കം കുറിക്കുന്ന മാസമാണ് 2026 ഫെബ്രുവരി. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന ചൊല്ല് ഏറ്റവും കൂടുതൽ അന്വർത്ഥമാകുന്നത് മൂലം നക്ഷത്രക്കാരുടെ കാര്യത്തിലാണ്. ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ വെല്ലുവിളികളും തകർച്ചകളും നേരിടേണ്ടി വരാറുണ്ടെങ്കിലും ഓരോ വീഴ്ചയിലും നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള അപാരമായ ആത്മശക്തി നിങ്ങൾക്ക് ജന്മനാ ലഭിച്ച സിദ്ധിയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ സംഘർഷങ്ങൾക്കും സാമ്പത്തികമായ ഇടുക്കങ്ങൾക്കും ഒരു ശമനം ഈ മാസം പ്രകടമാകും. എന്നാൽ ഇത് കേവലം ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും പക്വതയും ചേർന്ന ഒരു പരിവർത്തനത്തിന്റെ ഫലമാണ്. ഫെബ്രുവരി മാസം പ്രണയത്തിന്റെയും കരുണയുടെയും മാസമായാണ് പൊതുവെ അറിയപ്പെടുന്നത്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരിയിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഈ മാസം ഉണ്ടാകും. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങൾ. എന്നാൽ ഈ മാസം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. സ്വന്തം കരിയറിലും വ്യക്തി ജീവിതത്തിലും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാനും അവഗണനകളെ അതിജീവിച്ച് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ പ്രവചനാതീതമായ ഒരു കാലഘട്ടം നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി വരുന്നത് കരുതലോടെയുള്ള ചുവടുവെപ്പുകളുടെ സമയമാണ്. 2026 ഫെബ്രുവരിയിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയരുന്ന ചില സന്ദർഭങ്ങൾ തൊഴിലിടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത മേഖലകളിൽ നിന്ന് പോലും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. എനിക്കിത് സാധിക്കുമോ എന്ന സംശയത്തിൽ നിന്ന് ഇത് എനിക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് എന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പാകപ്പെടും. കുടുംബം, മക്കൾ, പങ്കാളി എന്നിവരുമായുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാൻ ഈ ഫെബ്രുവരി നിങ്ങൾക്ക് അവസരം നൽകുന്നു. സ്നേഹത്തിന്റെ ഭാഷയിൽ സംവദിക്കാനും പഴയ പിണക്കങ്ങൾ മറന്ന് ഒരുമിക്കാനും ഈ മാസത്തെ ഊർജം നിങ്ങളെ സഹായിക്കും. അതേസമയം തന്നെ ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളിൽ പ്രകടമാകും. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനസ്സിന്റെ സമാധാനത്തിന് നിങ്ങൾ മുൻഗണന നൽകുന്ന കാഴ്ചയാകും ഈ മാസം കാണാൻ സാധിക്കുക. ഈ മാസഫലം വെറുമൊരു പ്രവചനമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വഴികാട്ടിയാണ്. പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ അവയെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തെ മിനുക്കിയെടുക്കാനുള്ള ഉരകല്ലുകൾ മാത്രമാണ്. മൂലം നക്ഷത്രത്തിന്റെ അധിപനായ ആ ഊർജം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ആത്മവിശ്വാസത്തോടെ ഈ മാസത്തെ നേരിടാൻ നിങ്ങൾ സജ്ജരാകുക. വിശദമായ നേട്ടങ്ങൾ, സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഫെബ്രുവരി മാസത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് പ്രധാനമായും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്തോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. വൈകിക്കിടന്ന പ്രൊമോഷനുകളോ ആനുകൂല്യങ്ങളോ ഈ മാസം നിങ്ങളുടെ കൈകളിൽ എത്തിയേക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വീട് പണി, വാഹന ക്രയവിക്രയം തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും. നിയമപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാര ശൈലിയിലും പെരുമാറ്റത്തിലും വരുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കും. ഇത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തമാക്കാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. എങ്കിലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാന വരുമാന സ്രോതസ്സുകൾക്ക് പുറമെ ഉപവരുമാനങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ലാഭം വർദ്ധിക്കും. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. എന്നാൽ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് മാത്രം ഉപദേശം സ്വീകരിക്കുക. ദീർഘകാലമായി തിരികെ ലഭിക്കാത്ത പണം ഈ മാസം ഭാഗികമായെങ്കിലും നിങ്ങളുടെ കൈകളിലെത്തും. അതുപോലെ തന്നെ പഴയ കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടും. ആഘോഷങ്ങൾക്കും വിരുന്നുകൾക്കുമായി പണം ചെലവാക്കുമ്പോൾ സൂക്ഷിക്കുക. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായി ചില വൈദ്യസഹായ ചെലവുകൾ വന്നേക്കാം. തൊഴിൽ രംഗത്ത് വലിയ പരിവർത്തനങ്ങൾ ഫെബ്രുവരി മാസം കൊണ്ടുവരും. ഓഫീസിലെ ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറും. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിന്റെ പകുതിയോടെ നല്ല ഓഫറുകൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയാക്കാനും വിസ നടപടികൾ വേഗത്തിലാക്കാനും
നേടാനും സാധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുൻപ് വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് നല്ലതാണ്. ചെറുകിട വ്യാപാരികൾക്ക് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. എഴുത്തുകാർ, കലാകാരന്മാർ, സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രശസ്തി ഏറുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി സ്നേഹം വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ദമ്പതികൾ തമ്മിൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി യാത്രകൾ പോകുന്നത് നന്നായിരിക്കും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും സംഭവിക്കും. അവരുടെ പഠനകാര്യത്തിലോ കരിയറിലോ ഉള്ള പുരോഗതി നിങ്ങൾക്ക് സന്തോഷം നൽകും. വിവാഹപ്രായമായ മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും കൂടെയുണ്ടാകും. അവരുടെ ആരോഗ്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക. ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതെ നോക്കണം. സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഫെബ്രുവരി മാസം അല്പം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അസ്ഥി സംബന്ധമായ വേദനയോ നടുവേദനയോ ഉള്ളവർ അമിതമായി അധ്വാനിക്കരുത്. അമിതമായ ജോലിഭാരം നിമിത്തം മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നന്നായിരിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. വേഗത കുറയ്ക്കുന്നതും രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നതും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മൂലം നക്ഷത്രക്കാർ പൊതുവെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം നിങ്ങളുടെ ആത്മീയതയിലുള്ള വിശ്വാസം വർദ്ധിക്കും. കുടുംബസമേതം തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ മുടക്കാതെ നിർവഹിക്കുന്നത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി വർദ്ധിക്കും. അന്നദാനമോ മറ്റേതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ നടത്തുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഹനുമാൻ ചാലിസയോ ഗണപതി സ്തോത്രമോ ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. സ്വന്തമായി വീടെന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കും. ലോണുകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം കാണുന്നു. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. എന്നാൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ അമിതമായി വിശ്വസിക്കരുത്. പഴയ സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. പഠനത്തിൽ നല്ല ഏകാഗ്രത പുലർത്താൻ സാധിക്കും. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. കരിയർ സംബന്ധമായ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നും സന്തോഷം ലഭിക്കും. ഫെബ്രുവരി മാസത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ മഞ്ഞവസ്ത്രം ധരിക്കുന്നതോ കൈവശം വയ്ക്കുന്നതോ ഭാഗ്യം നൽകും. ശനിയാഴ്ചകളിൽ നിർധനരായവർക്ക് കറുത്ത എണ്ണയോ വസ്ത്രമോ ദാനം ചെയ്യുക. ദിവസവും പക്ഷികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. എടുത്തുചാട്ടം വലിയ അബദ്ധങ്ങളിൽ എത്തിച്ചേക്കാം. മൂലം നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസം വിജയത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഒരു മിശ്രിതമാണ്. സാമ്പത്തികമായി നില മെച്ചപ്പെടുമെങ്കിലും കുടുംബത്തിലും തൊഴിലിലും സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ആത്മീയമായ ചിന്തകളും ഈശ്വര വിശ്വാസവും നിങ്ങളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റും. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. കഠിനാധ്വാനം തുടരുക. മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.